ഇതുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് കരിമീനുണ്ട്, ചെമ്മീനുണ്ട്. നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എത്രമാത്രം ഗൈസ് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനത്തെ വാഴയുടെ ഇതാണ്. അപ്പോൾ ഞാൻ ഇതങ്ങ് വെച്ചിരുന്നു. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കണം കേട്ടോ. ഒരു പീസ് ഇപ്പം നമ്മളുടെ ചെമ്മീൻ താണ്ട് കഴുകി എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, കുറേ ഉള്ളത് നന്നാക്കി വന്നപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ വാഴയില വാട്ടാൻ പോവാണ് കേട്ടോ ഗൈസ്. നമ്മൾ വാഴയില വാട്ടിയിട്ട് നമ്മൾ പൊതിഞ്ഞ ഗ്രേവിയൊക്കെ വെച്ച് സെറ്റാക്കും ഗൈസ്. നമ്മൾ അടുപ്പിൽ വെച്ച് വാഴയില വാട്ടിയെടുക്കുകയാണ് കേട്ടോ. വാഴയില വാട്ടിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ച് വാഴയില വാട്ടണം എന്നാന്ന് വെച്ചാൽ വാഴയില വാട്ടിയില്ലെങ്കിൽ കെട്ടുമ്പോൾ അത് പൊട്ടിപ്പോവും വാഴയില. അത് കാരണമാണ് നമ്മൾ വാഴയില വാട്ടണത്. അപ്പോൾ നമ്മൾ അടുത്ത ഇല വാട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഇല വാട്ടാൻ വെച്ചിട്ടുണ്ട്. തീക്കനലും വെച്ചാണ് നമ്മളിപ്പോൾ വാട്ടണേ. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ കത്തിപ്പോവും അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നമ്മൾ നന്നായിട്ട് ഇതാക്കുകയാണ്. കനലിൽ വെച്ചാണ് വാട്ടിയ വാഴയില ഞാൻ കാണിക്കാം. വാട്ടിയ വാഴയില എന്ന് പറയുന്നത് നല്ല ഇതാണ്, എന്തൊക്കെ ചെയ്താലും പൊട്ടൂല. ഇതുണ്ടോ, നല്ല ഇതായിട്ടാണ് വാട്ടിയ വാഴയില ഇരിക്കുന്നത്. ഇതാണ് വാട്ടിയ വാഴയില. വാട്ടാത്ത വാഴയില എന്ന് വെച്ചാൽ ഇതുണ്ടോ, വാട്ടാത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ കീറിപ്പോവും. ഇങ്ങനെ കീറിപ്പോവും. ഇതങ്ങനെ കീറിപ്പോയില്ല ഉണ്ടോ, ഇതങ്ങനെ കീറിപ്പോണില്ല. വാട്ടാത്തയും വാട്ടീൻ്റെയും പ്രത്യേകത ഇതാണ്, മനസ്സിലായി നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിനി കരിമീൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്ന പണിയിലാണ്. ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കാൻ പോവാണ് കരിമീൻ വറക്കാൻ വേണ്ടി. ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി കരിമീൻ ഇടും. നമ്മൾ കരിമീൻ തവയ്ക്ക് വേണ്ടി ആദ്യമേ വറുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. വാഴയിലൊക്കെ വാട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ചൂടാവട്ടെ എണ്ണ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് ഇനി നമ്മളത് കരിമീൻ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. ഇതിനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ കരിമീൻ തവയ്ക്ക് വേണ്ടി ഇഞ്ചി ഇടിച്ച് ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റേ കല്ലും വെച്ചാണ് ചതക്കണേ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയിട്ട് അത് തവയ്ക്ക് വേണ്ടിയല്ല. ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നപ്പോൾ മുട്ട മേടിച്ചു, മീൻ മുട്ടയില്ലേ, അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടാവുന്നു. അത് കാരണം മുട്ട ഫ്രൈക്ക് വേണ്ടിയുള്ളതാണ് ആ ഇഞ്ചി. സോറി, അതെൻ്റെ തെറ്റാണ്. അപ്പോൾ നമ്മളിത് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അന്ന് പൊട്ടി വരാൻ താമസമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും കൂടി പേസ്റ്റ് നമ്മൾ എടുത്ത് ഇങ്ങോട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞ് ഉണക്കമുളക് നമ്മൾ ഇങ്ങോട്ട് പൊട്ടിച്ചിടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് സിമ്മാക്കി ഇടുകയാണ്. ഇനി അത് കുറേ നേരം കൊണ്ട് എടുക്കും, അതിന് ഫ്രൈ ആകും. നമ്മൾ കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയല്ല, സവാളയും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇടയ്ക്ക് ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും, ക്ഷമിക്കണം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഷേക്കിങ് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒക്കെ എൻ്റെ മുഖത്തിൻ്റെ ഭാഗമൊന്നും കിട്ടാതെ വരും. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം എന്നോട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ ഗൈസ്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് കേട്ടോ ഗൈസ്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇറക്കാൻ പോകുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ 733 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, വ്യൂസും കൂട്ടണം,
കമൻറ്റും ചെയ്യണം. അപ്പോൾ ശരി, നമ്മളിത് ഇവിടെ ഈ മുട്ടയൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിനി ഇത് വെച്ചാലും അവിടെ മര്യാദക്ക് വെക്കണം. ഇപ്പോൾ ഒരു ഈ ഉപ്പുമാവിൻ്റെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മുട്ടയൊക്കെ ആണെങ്കിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നന്നായിട്ട് കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കട്ടിയാണ് മുട്ടയ്ക്ക്, അത് കാരണമാണ് നമ്മൾ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിനി കുരുമുളക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ മുട്ടയിലേക്ക്. ഒരു കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് മുട്ടയിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഗൈസ്. അതേ മുളക് പൊടി ഇടുകയാണേ. മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇടാൻ പോവുകയാണ് തവയ്ക്ക്. മഞ്ഞപ്പൊടി കുറച്ച് കൂട്ടു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണേ. നമ്മൾ മല്ലിപ്പൊടി ഇടാൻ പോവാണ്. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ഇനി കുരുമുളകാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നമ്മളിത് തക്കാളി ഇടാൻ പോവാണ് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ കരിമീൻ തവയ്ക്ക് വേണ്ടി ഗ്രേവിയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കരിമീൻ നമ്മൾ എടുത്തിടുകയാണ്, വെച്ചു കൊടുക്കണം ഗൈസ്. ഇനി ബാക്കി ഗ്രേവിയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതങ്ങ് മൂടി വെച്ചിട്ട് അടച്ച് വയ്ക്കും. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേറൊരു വാഴയിലും വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞിടും. എന്നിട്ടിത് നമ്മൾ വേവിക്കണം, കനൽ കൊള്ളിക്കണം. ഇങ്ങനെ നന്നായിട്ട് പൊതിയണം. ഇനി നമുക്ക് വാഴവള്ളി ഇതിനകത്തുനിന്ന് എടുത്തിട്ട് വേണം ഇത് കെട്ടാൻ. ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. തവായിട്ട് ഫസ്റ്റ് ഇത് കെട്ടുവാണ്. ഇനി നമ്മൾ കെട്ടണത് കാണിക്കാനുള്ള, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. നമ്മളുടെ കരിമീൻ തവയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ. നല്ല ചൂടുണ്ടോ ഗൈസ്. വാഴയുടെ വള്ളിയൊക്കെ നമ്മൾ ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുറക്കുവാണ്.
ഗൈസ് കരിമീൻ തവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. നല്ല ചൂണ്ടിട്ട് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് കരിമീൻ തവ. മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മളിനി ചെമ്മീൻ നമ്മളിന്നുണ്ടാക്കണം.